നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയിൽ നിന്നും നമുക്ക് വീടിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. ആദ്യം ഇതിന് ഏറ്റവും നല്ല ഒരു സാധനം എന്ന് പറയുന്നത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്ന്, ഒരു പാത്രത്തിനകത്ത് കല്ലുപ്പ് കലക്കി അത് വെച്ചിട്ട് വീടിനകം മൊത്തം തുടച്ചെടുക്കാം. രണ്ട്, കല്ലുപ്പ് നമുക്ക് 4 ബൗളിനകത്താക്കി 4 മൂലകളിലായിട്ട് വെക്കാം. 4 മൂലകളിലായിട്ട് വെച്ചിട്ട് പിന്നെ ഡെയിലി മാറാം ഒരാഴ്ച. അത് കഴിഞ്ഞിട്ട് ഒന്നിടവിട്ട് ഒരാഴ്ച മാറാം. അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് മാറാം. അത് കഴിഞ്ഞ് അടുത്തത് ചെയ്യുന്നത് പൗർണമിയുടെയും അമാവാസിയുടെയും പിറ്റേ ദിവസങ്ങളിൽ ഇതിനെ കളഞ്ഞിട്ട് പുതിയ കല്ലുപ്പ് വയ്ക്കാം. അത് നെഗറ്റീവ് എനർജി മാറാനായിട്ട് വളരെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിരിക്കം. കുന്തിരിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിരിക്കം, ഗ്രാമ്പു, കല്ലുപ്പ് ഇത് മൂന്നും കൂടെ പൊടിക്കുക. പൊടിച്ചിട്ട് നമുക്ക് വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ഇത് പോയിക്കാം. അകത്തേക്ക് കയറി ക്ലോക്ക് വൈസ് എല്ലാ സ്ഥലവും കറങ്ങി പുറത്തിറങ്ങുക. അപ്പോൾ ആ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം ഒഴിവാകാനായിട്ട് ഈ കുന്തിരിക്കത്തിൻ്റെ പുക കൊടുക്കുന്ന നല്ല റിസൾട്ടാണ്. ചേർത്തുകൊണ്ട് ഒരു 10-21 ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫലം നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫർണിച്ചറുകളുടെ ഒരു പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ആവും. അപ്പോൾ അതൊന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ആ സ്ഥലങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലെല്ലാം നിങ്ങൾ നോക്കിയാണ് ഒത്തിരി വേസ്റ്റുകളും ഇതൊക്കെ ആയിരിക്കും. ഒരുപാട് വീടുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുക ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊച്ചുകുട്ടികളുടെ നോട്ട്ബുക്കുകൾ, പെൻസിൽ, പേനൊക്കെ ഇതിൻ്റെ ഇടയിലേക്ക് വീണിട്ട് ഒരുപാട് നാളായിട്ട് അങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ ഉള്ളതായിരിക്കും. പല സെറ്റിയുടെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി ചുരുണ്ട് അല്ലെങ്കിൽ നൂല് ചുരുണ്ടൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അടിഭാഗത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റാനായിട്ട് ഫർണിച്ചറുകൾ നമ്മുടെ കട്ടിലായാലും അതുപോലെ തന്നെ അലമാര, പിന്നെ ഡൈനിങ് ടേബിള്, ചെയറുകൾ, സോഫ സെറ്റുകൾ അതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതും വീട്ടിലെ ഒരു കെട്ടിക്കിടക്കുന്ന എനർജി ഒഴിവാകാനും പുതിയൊരു എനർജി സൃഷ്ടിക്കാനും നല്ല ഒരു പരിഹാരമാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ്. വീട്ടിൽ കുന്നുകൂടുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സകല കാര്യങ്ങൾക്കും തടസ്സമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ടെറസിൽ വീണ് കിടക്കുന്ന ഇലകളുണ്ടല്ലോ, അത് അവിടെ കിടന്ന് അഴുകിയാൽ പോലും നമ്മുടെ ആരോഗ്യത്തെ പോലും അത് സാരമായ രീതിയിൽ ബാധിക്കും. അപ്പോൾ അങ്ങനെയൊന്നും കിടന്ന് അഴുകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ 4 ചുറ്റും ഉള്ള വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് പല സാധനങ്ങളും പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ പ്രയോജനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുകയാണ്. അതെല്ലാം നെഗറ്റീവാണ്. ഇതെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ ഒത്തിരി റിസൾട്ട്. നമ്മുടെ പല തടസ്സങ്ങൾക്കും കാരണം ഇതാണ്. പക്ഷേ ഇതിലും വലിയ കാര്യം അന്വേഷിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ ആദ്യം നമ്മളെ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ചില ടോയ്കളുണ്ട്. ഇപ്പോൾ നമുക്കില്ല കരടി അല്ലെങ്കിൽ പാവ അങ്ങനെയുള്ള ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയൊക്കെയുള്ള കുറേ ടോയ്കളുണ്ട്. അപ്പോൾ ഇത് കളിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് നെഗറ്റീവ് എനർജികൾ ഇത് ഒബ്സർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് കളിക്കുമ്പോൾ നമ്മൾ കരയുന്നതായാലും ശരി തന്നെ, നമ്മൾ വഴക്കൂടുന്നതായാലും ശരി തന്നെ, അങ്ങനെ പലതരത്തിലുള്ള എനർജികൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് വീട്ടിലിരിക്കുമ്പോൾ പഴകിയത് വീട്ടിലിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി അവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിലേ ഉള്ള ഇതായിരിക്കും. ഒരു 5 വയസ്സുള്ളപ്പോഴോ 3 വയസ്സുള്ളപ്പോഴോ കളിച്ചതായിരിക്കും. കുട്ടിക്ക് ഇപ്പോൾ 20 വയസ്സുണ്ടാകും. എന്നാലും ഈ സാധനം ഇപ്പോഴും അവിടെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടോയ്കൾ നല്ലതല്ല. പുതിയ ടോയ് വാങ്ങിച്ചു തരത്ത് കളയാനല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ടോയ്കൾ നല്ലതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ടോയ്കൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്ന് വീടിനെ സംരക്ഷിക്കാനായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള 2 ടൂൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രധാന വാതിലിന് വെളിയിൽ മെയിൻ ഡോറിൻ്റെ മുകളിൽ ഒരു ബാക്കോ മിറർ വയ്ക്കുക. ലെഫ്റ്റും റൈറ്റും ഒരേ ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾ വയ്ക്കുക. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് നല്ലൊരു സിമ്പിൾസാണ്. അതുപോലെ തന്നെ പ്രധാന വാതിലിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു വരുന്നതിന് മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്വാൻ കുങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു ഉണ്ട്. അത് വെക്കുന്നതും ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. നമുക്ക് ചില ടൂളുകൾ നോക്കാം. ഇതൊരു ബാക്വ മിററാണ്. മെയിൻ ഡോറിൻ്റെ മുകളിലായിട്ടാണ് ബാക്വ മിറർ സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരു ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് വയ്ക്കാം. ഇതാണ് ഫ്യൂഡോഗ്സ് എന്ന് പറയുന്ന സിമ്പിൾസ്. നേരത്തെ കാണിച്ച ബാക്വ മിററിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഈ ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് വെക്കാം. ഇത് മെയിൻ ഡോറിൻ്റെ വെളിയിലാണ് വെക്കുന്നത്. മെയിൻ ഡോറിലേക്ക് നോക്കി നെഗറ്റീവ് എനർജി വീട്ടിനകത്തേക്ക് കടത്തി വിടാതെ വീടിനെ സംരക്ഷിക്കാനായിട്ട് സ്വീകരണ മുറിയിൽ വെക്കുന്നതാണ് ക്വാൻ കിങ് എന്ന് പറയുന്ന സ്റ്റാച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെങ്ഷു ടൂളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.